1 മുതൽ 12 വരെയുള്ള പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണം ദേശീയതലത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കേരളത്തിൽ അത് പൂർത്തീകരണത്തിലേക്ക് പോവുകയാണ്. 2022 ശേഷം നിരന്തരമായി തന്നെ കേന്ദ്ര സർക്കാർ പാഠ്യപദ്ധതി പരിഷ്കരണ വേളയിൽ കേന്ദ്രത്തിന്റെ നയങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ കേരളത്തിൽ 1 മുതൽ 10 വരെയുള്ള 597 ടൈറ്റിൽ പുസ്തകങ്ങളും ഈ വർഷം പുറത്തിറക്കാൻ പോകുന്ന പരിഷ്കരിച്ച 11ാം ക്ലാസ്സിലെ 39 ടൈറ്റിൽ പാഠപുസ്തകങ്ങളും കേരളം രൂപീകരിച്ച കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടിന്റെ ഭാഗമായി ആണ് നിർമ്മിക്കുന്നത്. ഹയർ സെക്കൻഡറി 1ഉം 2ഉം വർഷങ്ങളിലെ കുറച്ച് പാഠപുസ്തകങ്ങൾ NCERTയുടെ പാഠപുസ്തകങ്ങൾ നമ്മൾ കാലാകാലങ്ങളായി ഉപയോഗിച്ച് വരുന്നുണ്ടായിരുന്നു. ഈ പുസ്തകങ്ങളിൽ ചരിത്രം, രാഷ്ട്രമീമാംസ, സാമൂഹ്യശാസ്ത്രം എന്നീ 3 പുസ്തകങ്ങളിലാണ് വലിയ രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ കേന്ദ്രം വെട്ടിമാറ്റൽ അല്ലെങ്കിൽ ഒഴിവാക്കൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3 പുസ്തകങ്ങൾ കൂടി കേരളം സ്വന്തം നിലയിൽ പ്രസിദ്ധീകരിക്കുവാനുള്ള തയ്യാറെടുപ്പാണ് നടത്തി വരുന്നത്. ഹയർ സെക്കൻഡറി 1ാം വർഷം പാഠപുസ്തകങ്ങളിൽ ജനുവരി അവസാനം പ്രകാശനം ചെയ്യും. അത് അത്തരം സംഭവങ്ങൾ അപൂർവമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. '39 ടൈറ്റിലുകളിലായി ഏകദേശം 4 ലക്ഷത്തോളം പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നയത്തെ കേരളം അക്കാദമികമായി തന്നെ ചെറുക്കുന്നതിന്റെ ഉദാഹരണമാണിത്. ഇതിനുള്ള അധിക ധനബാധ്യത സംസ്ഥാനം കണക്കിലെടുക്കുന്നില്ല. മതനിരപേക്ഷ ശാസ്ത്രബോധമുള്ള ജനാധിപത്യ ഉള്ളടക്കമുള്ള ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന പാഠഭാഗങ്ങൾ കേരളം നിലനിർത്തുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ഞാനിടയ്ക്ക് ചില കാര്യങ്ങൾ പ്രസ്താവിച്ചിരുന്നു. ഒന്ന്, ബാക്ക് ബെഞ്ച് ഒഴിവാക്കുന്ന ക്ലാസ് മുറികൾ സജ്ജമാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രഖ്യാപനം ഞാൻ നടത്തിയിരുന്നു. അതിന്റെ റിപ്പോർട്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത കരിക്കുലം കമ്മിറ്റിയിൽ അതിന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കും. കുട്ടികളുടെ ബാഗിന്റെ അമിതഭാരം ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രസ്താവിക്കുകയുണ്ടായി. അതിന്റെ റിപ്പോർട്ട് ആയിക്കഴിഞ്ഞു. അതും അടുത്ത കരിക്കുലം കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അവധിക്കാലം, ഈ വലിയ അവധി എന്ന് പറയുന്നത് നമ്മുടെ 2 മാസം, അതെ, ആ അവധിക്കാലം അത് ചില മാറ്റങ്ങൾ വരുത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം, മഴക്കാലവുമായിട്ട് ബന്ധപ്പെടുത്തി മാറ്റങ്ങൾ വരുത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ പഠനം പൂർത്തീകരിച്ചു. അത് ജനുവരി മാസം 3ാം വാരം അതിന്റെ കരട് ജനങ്ങളുടെ അഭിപ്രായം തേടുന്നതിന് വേണ്ടി പ്രസിദ്ധീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ അവധിക്കാലം ഈ കുട്ടികൾക്ക് ഇപ്പം നമുക്ക് ഈ ക്രിസ്മസ് പരീക്ഷ എന്നല്ലേ പറയുന്നത്, നമ്മൾ പണ്ടുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് 12 ദിവസത്തെ അവധിയാണ് കുട്ടികൾ കൊടുത്തിരിക്കുന്നത്. 2 ദിവസം കൂടുതൽ കൊടുത്തിരിക്കുകയാണ്. ഈ ചില സ്കൂളുകളിൽ ഈ സമയത്ത് ക്ലാസ് പാടില്ല എന്ന് പറഞ്ഞാൽ HMമാർക്ക് ചിലവർക്ക് അത് മനസ്സിലാവുന്നില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. കുട്ടികൾ എവിടുന്നൊക്കെ ഫോൺ നമ്പർ തപ്പിയെടുത്തിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്കൂൾ ക്ലാസ് കിടക്കുകയാണ്, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അത് ഒന്നുകൂടെ ഞാൻ HMമാർക്കും DOമാർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ അറിവിലെത്തിക്ക് വേണ്ടി പറയുന്നു. അവധിക്കാലം പൂർണ്ണമായി തന്നെ കുട്ടികളെ കളിക്കുവാനും അവരുടെ നോൺ അക്കാഡമിക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമയമാക്കി മാത്രം മാറ്റണമെന്ന് ഞാൻ പറയുകയാണ്. ഇനി അങ്ങനെ ഒരു പരാതി ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ടൈം ടേബിളിൽ നമ്മൾ സൂംബ തുടങ്ങിക്കഴിഞ്ഞു എല്ലാ സ്കൂളുകളിലും. പരിപൂർണമായി എല്ലായിടത്തും നടക്കണമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. നടത്തിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ വിജയകരമായിരുന്നു. ഈ സ്പോർട്സ് അതുപോലെ തന്നെ
കളരി, ഗെയിംസ്, പിന്നെ ഇതെല്ലാം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആർട്സ് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 1 അവർ ഇതിനു വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട് അല്ലേ? 1 അവർ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ഈ പ്രാവശ്യം പൂർണ്ണമായി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി കഴിയില്ല. അടുത്ത വർഷം പൂർണ്ണമായി തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ SMC, ഈ 2 സംഘടനകളാണ് ഉള്ളത്. SMC കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമുള്ള സംഘടനയാണ്. PTA ഉണ്ട്. ഇത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് PTA പിന്നെ ബയല തന്നെ ഓരോരുത്തരും അവരുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു, ഇത് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബയല അത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അത് പൊതുജനാഭിപ്രായം തേടുന്നതാണ്. കാര്യം വെച്ചാൽ ഒരു കുട്ടിയുടെ രക്ഷകർത്താവ് കുട്ടി ആ സ്കൂളിൽ പഠിക്കുമ്പോൾ മാത്രമേ രക്ഷകർത്താവ് PTA മെമ്പർ ആകുള്ളൂ. ഇപ്രാവശ്യം ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ കുട്ടി അവിടെ നിന്ന് 10ാം ക്ലാസ് ജയിച്ച് പോയി 10 വർഷക്കാലം കഴിഞ്ഞാലും PTA പ്രസിഡന്റ് സ്ഥാനം മാറാൻ വേണ്ടി അവർ തയ്യാറല്ല. അതുമാത്രമല്ല, ഒരു PTAക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ട്, എന്തൊക്കെ അധികാരങ്ങളില്ല എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് PTAയുടെ ബൈല, അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന വളരെ പ്രധാനമാണ്. നമുക്കെല്ലാവർക്കും നമ്മൾ പഠിച്ച കോളേജിനേക്കാൾ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ സ്കൂളിനോടാണ്. അപ്പം പല ആ സ്കൂളുകളിൽ പഠിച്ച ഒരു വലിയ ഉന്നത ഉദ്യോഗസ്ഥങ്ങളിലൊക്കെ ഇരിക്കുന്നവർ ആ സ്കൂളിനെ സഹായിക്കാൻ വേണ്ടി തയ്യാറാണ്. പക്ഷെ അതിനൊരു ഏകീകൃതമായിട്ടുള്ള ഒരു പ്രസ്ഥാനമില്ല. അപ്പോൾ ആ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെയും ബൈല ജൂൺ 2ാം വാരം അതിൻ്റെയും കരട് പ്രസിദ്ധീകരിക്കുന്നതാണ്. ജനുവരി മാസം 2ാം വാരം പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇന്നിപ്പോൾ ഈ കോൺഗ്രസിൻ്റെയും ഒക്കെ തന്നെ ചില പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുമ്പോൾ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കോൺഗ്രസ് ഇപ്പോൾ RSSന്റെ റിക്രൂട്ടിംഗ് ഏജൻസികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശശി തരൂരിനും ദിഗ്വിജയ് സിംഗിനും പിന്നാലെ ഇതാ സൽമാൻ ഖുർഷിദും RSSനെ വാഴ്ത്തപ്പെടുകയാണ്. 1992 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ 17 ഭാഷ അറിയാവുന്ന പ്രധാനമന്ത്രി നരസിംഹ റാവു മൗനം പാലിച്ചത് ആർക്കു വേണ്ടിയായിരുന്നു എന്നുള്ള വിവരം ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം. ന്യൂനപക്ഷങ്ങൾ ഇപ്പോഴും അത് മറന്നിട്ടുണ്ടാവില്ല എന്നാണ് ധരിക്കുന്നത്. അതേ മൗനവും വിധേയത്വവുമാണ് കോൺഗ്രസ് ഇന്നും തുടരുന്നത്. ഇവിടെ കേരളത്തിലേക്ക് വന്നാൽ ചിത്രം കൂടുതൽ വ്യക്തമാണ്. ദേശീയ തലത്തിൽ വാഴ്ത്തപ്പെടലാണെങ്കിൽ കേരളത്തിൽ അത് കോൺഗ്രസ് BJP സഖ്യത്തിന്റെ പ്രായോഗിക പരീക്ഷണമാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലം. കണക്കുകൾ കള്ളം പറയില്ല. 1-2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാം. നൂലുവള്ളി വാർഡിൽ BJP ജയിച്ചപ്പോൾ കോൺഗ്രസിന് കിട്ടിയ വോട്ട് വെറും 44. കൊരേച്ചാൽ വാർഡിൽ BJP ജയിച്ചപ്പോൾ കോൺഗ്രസിന് കിട്ടിയ വോട്ട് 58. മുരിക്കുന്നുങ്കൽ വാർഡിൽ UDF ജയിച്ചപ്പോൾ BJP വാങ്ങിയത് വെറും 68 വോട്ട്. ഇത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം വല്ല എന്നുള്ളതാണ്. പച്ചയായ വോട്ട് കച്ചവടമാണ് നടത്തുന്നത്. LDFനെ തോൽപ്പിക്കാൻ ആരുമായും വോട്ട് പങ്കിടുവാൻ കോൺഗ്രസിന് മടിയില്ല. എന്നിട്ടും 10 സീറ്റ് നേടി LDF തന്നെ അവിടെ വലിയ ഒറ്റ കക്ഷിയായി എന്നത് ഈ വർഗീയ കൂട്ടുകെട്ടിന് ഏറ്റ തിരിച്ചടിയാണ്. മറ്റത്തൂർ പഞ്ചായത്ത് അംഗം KR ഔസേപ്പിന്റെ വെളിപ്പെടുത്തൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബൂത്ത് പ്രവർത്തനം മന്ദീഭവിക്കുവാൻ DCC നേതൃത്വത്തിന് ആവശ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തൃശൂരിൽ BJP ജയിച്ചതും വോട്ട് വിഹിതം കൂടിയതും കോൺഗ്രസിന്റെ ഈ അടപടലം വോട്ട് മറിക്കൽ കൊണ്ടാണ്. എന്നിട്ടും BJPയുമായി അധികാരം പങ്കിടുന്ന അംഗങ്ങളെ പുറത്താക്കുവാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. കാരണം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നാണ് അവരുടെ മുദ്രാവാക്യം. 35 MLAമാരുണ്ടെങ്കിൽ കേരളം ഭരിക്കുമെന്ന് BJP പറയുന്നത് ഈ കോൺഗ്രസുകാരെ
വിലക്കെടുക്കാമെന്ന ധൈര്യം കൊണ്ടാണ്. തിരുവനന്തപുരത്ത് വി കെ പ്രശാന്ത് MLA യുടെ ആഫീസ് ഒഴിയണമെന്ന് BJP കൗൺസിലർ ആവശ്യപ്പെടുമ്പോൾ അതിനെ കുടപിടിക്കുന്നത് കോൺഗ്രസ് നേതാക്കളായ K മുരളീധരനും ശബരിനാഥുമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയുടെ ഏജന്റാണെന്ന് പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത് RSS കോൺഗ്രസ് അജണ്ടയാണ്. അത് മുരളീധരനെ പോലുള്ളവർ ഏറ്റെടുക്കുന്നത് ലജ്ജാകരമാണ്. യഥാർത്ഥത്തിൽ BJPയുടെ ഏജന്റായും അല്ലെങ്കിൽ അവരുടെ ഒരു ചവിട്ടുപടിയായും നിൽക്കുന്ന ആരാ? മുരളീധരന്റെ കുടുംബം തന്നെയാണ്. പിണറായി വിജയന്റെ വിജയൻ സഖാവിന്റെ വീട്ടിൽ നിന്നുള്ള ആരും അങ്ങനെ ഒരു അബദ്ധം കാണിച്ചിട്ടില്ല. അപ്പം മുരളീധരന്റെ കുടുംബത്തിൽ ആരാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. BJPയിൽ പോയിട്ട് ഇപ്പം എന്തായാലും അനിയനും ചേട്ടനും ഒക്കെ അല്ലേ, ഒരു ബന്ധം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ BJPയും കോൺഗ്രസും തമ്മിലുള്ള പാലം പണിയുന്നത് മുരളീധരന്റെ കുടുംബമാണ്. അത് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി അതിൽ വലിച്ചഴിക്കുന്നത് ഖേദകരമാണ്. പിന്നെ മാധ്യമങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, CPI യോഗത്തിൽ സർക്കാരിനെതിരെ വിമർശനമുണ്ടായി, PMC ഒപ്പിട്ടത് വിനയായി എന്നൊക്കെ വാർത്ത കൊടുത്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളവരെ നമുക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിൽ നിരവധി കേന്ദ്ര പദ്ധതികൾ, കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതിനെയും നടപ്പിലാക്കും. അത് കേന്ദ്രം ഭരിക്കുന്ന BJP തീരുമാനിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രം കൊണ്ടുപോകാനുള്ള ഫണ്ടല്ല, കേരളത്തിലെ ജനങ്ങൾക്കും അവകാശപ്പെട്ട ഫണ്ടാണ്. അതുപോലെ തന്നെ NEP നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞുള്ള നിലപാട് അങ്ങനെ തന്നെയാണ് നിലപാട്. അത് ഈ പാഠപുസ്തകം അക്കാഡമിക്കായിട്ടുള്ള കാര്യമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കാഡമിക്കായിട്ടുള്ള കാര്യത്തിൽ ഗവൺമെന്റ് സ്വീകരിച്ചുള്ള സമീപനമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് NEP നടപ്പിലാക്കണമെന്നും ഹയർ സെക്കൻഡറിയുടെ പാഠപുസ്തകത്തിൽ 1 മുതൽ 12 വരെയുള്ള പാഠപുസ്തകത്തിൽ അവർ പറയുന്ന പാഠഭാഗങ്ങളും അവർ പറയുന്ന കാര്യങ്ങളും ഉൾപ്പെടുത്തണമെന്ന് നിരവധി പ്രാവശ്യമാണ് ഇവിടെ SCERT ഡയറക്ടർ കത്ത് വന്നിട്ടുള്ളത്. SCERT ഡയറക്ടർ ഇവിടെ ഉണ്ട്, ചോദിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ. ഞങ്ങളത് നിഷേധിക്കപ്പെട്ടിട്ട് കേരളത്തിൻ്റെതായ പാഠപുസ്തകമാണ് ഇതിപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില പത്രങ്ങളിൽ നിന്ന് കണ്ടു മുഖ്യമന്ത്രിക്കെതിരെ വലിയ വികാരമാണ് ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കെതിരെ ഒരു വികാരവും എതിരായിട്ടുണ്ടായിട്ടില്ല. ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടായ ചെറിയൊരു പുറകോട്ടടിയിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് ഒരു സ്ഥലത്തും വിലയിരുത്തിയിട്ട് പോലുമില്ല. സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങൾക്ക് സംശയം ഉണ്ടാകുന്ന നിലയിൽ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ള നിലപാടൊക്കെ തന്നെ ജനങ്ങളെയും ഗവൺമെന്റിനെയും ക്യാബിനറ്റിനെയും എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളാണ്. അത് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള നിലപാടുകൾക്കും അതുപോലെ തന്നെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കും കിട്ടിയ അംഗീകാരമാണ് കേരള സംസ്ഥാനത്താകെ നമ്മൾ ഓരോ സ്ഥലത്തെ വോട്ടിംഗ് ശതമാനം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ റിവ്യൂ നടത്തി, ഇന്നലെ ഗോവിന്ദ മാഷ് പറഞ്ഞു. ആ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ആ കാര്യങ്ങൾ ഞങ്ങൾ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഞങ്ങൾ നടത്തും. അത് ആരുടെയെങ്കിലും പ്രത്യേക കുറവുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ള നിലയിലുള്ള പ്രചരണം ഒരു കാരണവശാൽ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയുള്ള പ്രചരണമാണെന്ന് സൂചിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങൾ ആരെങ്കിലും ഇതിലിപ്പം ഒരു പത്രത്തിൽ കാണുന്നുണ്ട്, മുഖ്യമന്ത്രിക്കെതിരെ ജനവികാരമുണ്ട്. ഒരു പത്രത്തിൽ എന്താണ് ആൾക്കാർ ഇത് മറുപടി പറഞ്ഞില്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഇതാരെങ്കിലും ഔദ്യോഗികമായി പറഞ്ഞതാണോ അതേ നിങ്ങളുടെ ആരുടെ ഭാവനയിൽ തെരഞ്ഞെടുത്താണെന്നറിയില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് UDF BJP സഖ്യത്തിന് വളം വെച്ചു കൊടുക്കാൻ വാർത്ത ചമയ്ക്കുകയാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വ്യക്തമായി പറയുകയാണ്, വർഗീയതയുമായി സന്ധി ചെയ്യുന്ന കോൺഗ്രസിന്റെ വഞ്ചനയും അതിനെ കൂട്ടുനിൽക്കുന്ന മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും.
കോൺഗ്രസ് BJP ജനവിരുദ്ധ കൂട്ടുകെട്ടിനെതിരെ ഇടതുപക്ഷം വിട്ടുവീഴ്ചയില്ലാതെ പോരാടും. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ല. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് ഈ തലസ്ഥാന നഗരിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. കഴിഞ്ഞ 5 വർഷക്കാലം BJPക്കാർ കൌൺസിൽ യോഗം നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി സമ്മതിച്ചിരുന്നില്ല. എല്ലാ ദിവസവും സംഘർഷമായിരുന്നു. ഞങ്ങൾ ആ നിലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ന്യായമായ ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങൾ പ്രതിഷേധിക്കും. പക്ഷേ കൌൺസിലിനെ നടത്തിക്കൊണ്ട് നടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. ജനവിധിയെ ഞങ്ങൾ മാനിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി 2 മാസത്തിന് ഇവിടെ വരുമെന്ന് പറഞ്ഞു തലസ്ഥാന നഗരത്തിന്റെ കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ വേണ്ടി. ഞങ്ങൾക്കും ചില കാര്യങ്ങൾ കോർപ്പറേഷനോടും പറയാനുണ്ട്, പ്രധാനമന്ത്രിയിലും പറയാനുണ്ട്. ആദ്യം അദ്ദേഹം നമുക്ക് ഈ തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾക്ക് ചെയ്തു തരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തെരുവ് നായ്ക്കളുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹം വന്നിട്ട് തിരിച്ചു പോയി ഒരാഴ്ച കഴിയുമ്പോഴെങ്കിലും തെരുവ് നായ്ക്കളെ മുഴുവൻ തന്നെ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഒഴിവാക്കി തരുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടിയുള്ള കത്താണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആദ്യമായി പ്രധാനമന്ത്രിക്ക് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, സ്കൂൾ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന BJPക്കാർ ഒരുപാട് സമരം ചെയ്ത ഒരു വിഷയമാണ് തെരുവ് നായ്ക്കളുടെ ശല്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും പ്രധാനമന്ത്രി ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ രംഗത്തെ വിദഗ്ധന്മാരെ ഉപയോഗിച്ചുള്ള ഏതെങ്കിലും ഒരു കമ്മിറ്റി എന്തെങ്കിലും എടുത്ത ശേഷം ഈ വിഷയം എങ്ങനെ നമുക്ക് അദ്ദേഹം വന്ന് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്താം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാരൊന്ന് പറഞ്ഞു, ഈ പ്രധാനമന്ത്രി വന്ന് ഈ തലസ്ഥാന നഗരത്തെ ഇത് എത്രയോ വർഷമാകുമ്പോൾ എന്തോ ഒരു കാര്യം ഞാൻ പത്രത്തിൽ കണ്ട് 2031 എല്ലാവരും വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്ന നഗരമാക്കി മാറ്റാൻ വേണ്ടി പോകുന്നു. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ആദ്യം മാറ്റേണ്ടത് ഈ തെരുവ് നായ്ക്കളെയാണ്. അതിന് മുൻകൈ എടുക്കണം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ അത് പെടുത്തണം എന്നുള്ള കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുവാൻ ഉള്ളത്. ഞാൻ നിങ്ങളെ കൊടുക്കുമെന്ന് എനിക്കറിയില്ല.